മഴക്കാലമായിട്ടും അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയരാത്തതിന്റെ ആശങ്കയിലാണ് പാലക്കാട് ജില്ലയിലെ കർഷകർ. ജൂൺ മാസം അവസാനിക്കാനിരിക്കെ പ്രധാന ഡാമുകളിൽ പലതിലും സംഭരണശേഷിയുടെ പകുതിയിൽ താഴെയാണ് വെള്ളമുള്ളത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ജില്ലയിൽ 38% മഴയുടെ കുറവാണ് ഉണ്ടായത്. ജൂൺ ആദ്യവാരത്തോടെ കാലവർഷം എത്തിയെങ്കിലും ഡാമുകളിൽ വെള്ളം നിറഞ്ഞില്ല. പാലക്കാട് ജില്ലയിൽ 316.5 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടിയിരുന്ന ഇടത്ത് ഇതുവരെ ലഭിച്ചത് 225.7 മില്ലിമീറ്റർ മഴയാണ്. സാധാരണ ലഭിക്കേണ്ട തോതിനേക്കാൾ മഴ കുറഞ്ഞതോടെ ജില്ലയിലെ പ്രധാന ഡാമുകളിൽ ജലനിരപ്പ് കഴിഞ്ഞ വർഷത്തേക്കാൾ താഴ്ന്ന നിലയിലാണ്. മലമ്പുഴ ഡാമിൽ 104.04 മീറ്ററാണ് നിലവിലെ ജലനിരപ്പ്. കഴിഞ്ഞ വർഷം ഇത് 111 മീറ്റർ ആയിരുന്നു. പോത്തുണ്ടി ഡാമിൽ നിലവിൽ 92.93 മീറ്ററാണ് ജലനിരപ്പ്. കഴിഞ്ഞ വർഷം ഇത് 99.66 മീറ്റർ ആയിരുന്നു. മീങ്കര, ചുള്ളിയാർ, വാളയാർ, കാഞ്ഞിരപ്പുഴ, ചിരുവാണി, മംഗലം, മൂലത്തറ ഡാമുകളിലെല്ലാം ജലനിരപ്പ് കുറവാണ്. ജലനിരപ്പ് വലിയ തോതിൽ ഇടിയുന്നത് കുടിവെള്ള വിതരണത്തിനായി മലമ്പുഴ, പോത്തുണ്ടി ഡാമുകളെ ആശ്രയിക്കുന്ന മേഖലകളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളമില്ലാതെ കാർഷിക മേഖലയും പ്രതിസന്ധിയിലാണ്. മഴപ്പെയ്ത്തിലുണ്ടായ കുറവ് ഒന്നാം വിള നെൽകൃഷിയെ പ്രതികൂലമായി ബാധിച്ചു. പാടത്ത് വെള്ളമില്ലാത്തതാണ് പ്രധാന പ്രശ്നം. പൊടിവിതയും ഞാറ്റടി തയ്യാറാക്കലും മെയ് അവസാന വാരം പൂർത്തിയാകുന്ന വിധത്തിൽ കർഷകർക്കായി കൃഷി വകുപ്പ് കാർഷിക കലണ്ടർ തയ്യാറാക്കിയിരുന്നു. ഇത് തകിടം മറിക്കുന്ന വിധത്തിലാണ് കാലാവസ്ഥ മാറിയത്. ഈ സാഹചര്യത്തിൽ ഒന്നാം വിള നടീലിനും വിതയ്ക്കലിനുമായി അണക്കെട്ടുകൾ തുറക്കണം എന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. അതേസമയം തുറന്നുവിടാനുള്ള വെള്ളം അണക്കെട്ടുകളിൽ ഇല്ല എന്നതാണ് നിലവിലെ സാഹചര്യം. ന്യൂസ് മലയാളം, പാലക്കാട്.